الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله يا جنود الذاكرين يا شهود الحاضرين أكثروا ذكرا مبينا لدليل الطالبين. തവസ്സുൽ അഥവാ ഇസ്തിഗാസ, അല്ലെങ്കിൽ ഇസ്തിഗാസ അഥവാ തവസ്സുൽ, അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്. സംഗതി പേരിൽ മാത്രമേ അത് രണ്ടും വ്യത്യാസപ്പെടുന്നുള്ളൂ, തത്വത്തിൽ രണ്ടും ഒന്നാകുന്നു. യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്നത് തവസ്സുലിന്റെ ഒരു പ്രത്യേക രൂപം മാത്രമാണ്. തവസ്സുൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു രൂപമാണ് എന്ന് മഹാന്മാരുടെ ഉദ്ധരണി സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയേണ്ട. അത് ഒരിക്കൽ കൂടി അത് ചുരുക്കി പറഞ്ഞ് ഖുർആനിലേക്ക് വരാം. ഖുർആനാണല്ലോ നമ്മളെ ചർച്ച കൊണ്ടുപോകുന്നത്, നമ്മളെ തെളിവ് ഖുർആനാണ്. അങ്ങോട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വിഷയം തന്നെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, തവസ്സുൽ 3 ഇനം ഉണ്ട്. ഒന്ന് ബിമാന അന്നഹു ത്വാലിബുൽ ഹാജത്തി സഅലല്ലാഹ തആല ബിഹി ഔ ബിജാഹിഹി ഔ ബിബറക്കത്തിഹി. മഹാന്മാരെ കൊണ്ട്, അത് പ്രവാചകന്മാരാവട്ടെ ഔലിയാക്കളാവട്ടെ, അള്ളാഹു ആദരിച്ച മഹത്തുക്കൾ, അവിടെ തന്നെ പ്രത്യേകത അള്ളാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവർ എന്നതാണ്. അങ്ങനെ അള്ളാഹു ബഹുമാനവും ആദരവും കൊടുത്ത വ്യക്തികളെ തവസ്സുലാക്കുക എന്നതിനർത്ഥം ഒരു ആവശ്യം, അന്ന ത്വാലിബൽ ഹാജത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഒരു ആവശ്യം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വ്യക്തി സഅലല്ലാഹ തആല ബിഹി, ഈ പ്രവാചനെ കൊണ്ട് അതല്ലെങ്കിൽ ഈ മഹാത്മാവിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നു എന്നാ. ഇതാ തവസ്സുലിന്റെ അർത്ഥം. ഇയാളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെ തന്നെ പിന്നെയും വിശദീകരണം ആവശ്യമാണ്. ബിഹി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് എന്നോ അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ട് എന്നോ അദ്ദേഹത്തിന്റെ സ്ഥാനം കൊണ്ട് എന്നോ, ഇത് മൂന്നും വരാം. അതാ ബിജാഹിഹി ഔ ബിബറക്കത്തിഹി എന്ന് പറഞ്ഞു. ഇത് മൂന്നും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അള്ളാഹു ആദരിച്ചവരാണെങ്കിൽ ആ ആദരിച്ചവരെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് വച്ചാൽ അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനവലിപ്പം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളുമായിട്ടുള്ള ബന്ധം, അത് കാരണം. ഈ നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കുക, ഇതാണ് ഒന്ന് തവസ്സുലിന്റെ ഒരു ഇനം. സാധാരണ നമുക്ക് പരിചിതമായ ഇനാണത്. ഇത് ഫയജൂസു ഫിൽ അഹ്വാലി സലാസ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിൽ 3 അവസ്ഥയിലും ഈ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്യാം. അങ്ങനെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഏതാ 3 അവസ്ഥ? ഒന്ന് ഖബല ഖൽഖിഹി, ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച് ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, നബി തങ്ങളുടെ സ്ഥാനവലിപ്പം കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കി ദുആ ചെയ്യാം. രണ്ടാമത്തേത് ബഅദ ഖൽഖിഹി ഫീ മുദ്ദത്തി ഹയാത്തിഹി, ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടോ അവിടുത്തെ സ്ഥാനം കൊണ്ടോ അവിടുത്തെ മഹത്വം കൊണ്ടോ
തവസ്സുൽ ചെയ്യാം. മൂന്നാമത്തേത് യതവസ്സല ബിഹി ബഅദ മൗതിഹി, വഫാത്തിന് ശേഷവും ഈ അർത്ഥത്തിന്. കാരണം എന്തുകൊണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് എന്നതും അവിടത്തേക്ക് നബി അള്ളാഹുവിന്റെ അടുക്കലുള്ള ബഹുമാനം എന്നതും സ്ഥാനം എന്നതും അതിന് മാറ്റമില്ല. അത് നേരത്തെ തന്നെ അള്ളാഹു തആല നബി തങ്ങളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയക്കുന്നതിന് മുമ്പ് തന്നെയുണ്ട്, ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്തുണ്ട്, മരണശേഷവുമുണ്ട്. അവിടുത്തെ ബറക്കത്തിനോ അവിടുത്തെ മഹത്വത്തിനോ അവിടുത്തെ സ്ഥാനത്തിനോ ഈ 3 ഘട്ടത്തിലും വ്യത്യാസമില്ല. അതുകൊണ്ട് 3 ഘട്ടത്തിലും ഈ അർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കാം ഒന്നതാണ്. രണ്ടാമത്തേത് അന്നഉ സാനി അത്തവസ്സുലു ബിമഅന ത്വലബി ദുആഇ മിൻഹു. നബിതങ്ങളെ കൊണ്ട് തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അത് മറ്റൊരർത്ഥത്തിലാണ്. ആദ്യം പറഞ്ഞ അവിടുത്തെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ സ്ഥാനം കൊണ്ട്, അവിടുത്തെ മഹത്വം കൊണ്ട്. ഇതങ്ങനെയല്ല, അവിടത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. നബിതങ്ങൾ എന്ന് പറഞ്ഞൊരു ഉദാഹരണം, പ്രവാചകന്മാർ അല്ലെങ്കിൽ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ദുആ ചോദിക്കുക. ഉദാരിക ഫിൽ അഹ്വാലി സലാസ്, നേരെ പറഞ്ഞ 3 അവസ്ഥയിലും പറ്റും. ഒന്നേതാണ്? ഒന്ന് ജീവിക്കുമ്പോൾ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ദുആർക്കാൻ പറയാം, ആർക്കും തർക്കമില്ല. വസാനി ബഅദ മൗതിഹി, വഫാത്തിന് ശേഷം ദുആ ചെയ്യാൻ പറയാം. എവിടെ? ഫി അറസാത്തിൽ ഖിയാമ, തർക്കമില്ലാത്ത ആദ്യം പറയാം. പരലോകത്ത് നാളെ മഹ്ശറാവാൻ സബീൽ അമ്പിയാക്കളോട് സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക, പ്രത്യേകിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിലും ആർക്കും തർക്കമില്ല. ആദം നബി അലൈഹി സ്വലാം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരോടും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ആദ്യം അവർ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് വേറെ വിഷയം. ആദ്യത്തിൽ നബി തങ്ങൾ ചെയ്യണം, പിന്നെ അതിനുശേഷമാണ് മറ്റുള്ളവർ ചെയ്യുന്നത് എന്നേ ഉള്ളൂ. എങ്കിലും അവരോട് മൂന്നാമത്തേത് അൽ ഹാലത്തു സാലിയത്തു ഫി മുദ്ദത്തിൽ ബർസഖ്. അവിടെ മാത്രം മറ്റൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു. ജീവിതകാലത്ത് ചെയ്യാമെന്നതിലോ മഹ്ശറിൽ വെച്ച് ചെയ്യും എന്നതിലോ ആർക്കും തർക്കമില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൂട്ടർക്ക് തർക്കമില്ല, ഇപ്പോഴുള്ള ആളുകൾക്ക് തർക്കമുണ്ടോന്നല്ല. അതേ സമയത്ത് ആകെ ഇവർക്ക് തർക്കമുള്ളത് ബർസഖിയായ ലോകത്ത് അഥവാ ഖബർ ജീവിത കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ പറ്റുമോ, ആ അർത്ഥത്തിലുള്ള തവസ്സുലാക്കാമോ എന്ന് ചോദിച്ചു. അതിന് സഹിയായ ഹദീസിൽ ഇമാം ബസ്സാർ റിവായത്ത് ചെയ്ത ഹദീസ് നമ്മൾ പറഞ്ഞു, ഹയാത്തി ഖൈറുലക്കും മൗതി ഖൈറുലക്കും എന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യും എന്ന് വ്യക്തമായി തന്നെ ഹദീസിൽ പറഞ്ഞ ഈ ഹദീസ് സഹിയാണെന്നുള്ള കാര്യത്തിൽ ഹദീസ് പണ്ഡിതന്മാരുടെ ഇടയിൽ 2 അഭിപ്രായമില്ലാത്തതാണ്. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെടും. നല്ലതാണ് ചെയ്യുന്നത് കണ്ടതെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും, മറിച്ചാണെങ്കിൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യുമെന്ന് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്ന് പറയുന്നതിൽ അസാംഗത്യം ഒന്നും തന്നെയില്ല, അതിന് തടസ്സമായും ഒന്നുമില്ല. ഇനിയും ധാരാളം ഹദീസുകളുണ്ട്, ഒക്കെ വിശദമായി നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പുതുക്കുകയാണ് ചുരുക്കി. മൂന്നാമത്തേത് നമ്മൾ എന്താണോ ആദ്യം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹത്വം കൊണ്ട്, സ്ഥാനം കൊണ്ട് തൊടുക. രണ്ടാമത് പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്തുകൊണ്ട് ഈ കാര്യം സാധിപ്പിക്കാൻ ആവശ്യപ്പെടുക. മൂന്നാമത്തെ യത്ലുബു മിന്നു ദാലിക്കൽ അംറുൽ മഖ്സൂദ് ബിമാന അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിറുൻ അല സബബി ഫി ദുആലിഹി റബ്ബഹു. മൂന്നാമത്തത് അതാണ് ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നമുള്ളത്. ഇസ്തിഗാസ എന്ന പേരിൽ പറയുന്ന തവസ്സുൽ, ഇസ്തിഗാസ എന്ന പേരിൽ പ്രസിദ്ധമായ തവസ്സുൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം നിറവേറ്റിത്തരാൻ ആവശ്യപ്പെടുക, നമ്മളെ കാര്യം സാധിപ്പിച്ചു തരാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുക. ഇത് കേൾക്കുമ്പോൾ ബേജാറാകാനൊന്നുമില്ല. ബിമാന അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രയേ അർത്ഥമുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാദിറുൻ, സാധിക്കുന്നവരാണ്, അല സബബി ഫീഹി, ഈ കാര്യം നിറവേറ്റാൻ കാരണമാകാൻ നബി തങ്ങൾക്ക് കഴിയും. ഇത്രയും അർത്ഥമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബിയാ മുർസലുകള്, ഔലിയാക്കള്, ശ്രോതാക്കള് പോലെയുള്ളവരോട് നേരിട്ട് കാര്യങ്ങൾ നിറവേറ്റിത്തരാൻ ആവശ്യപ്പെടുക. ഇതിനാണ് സാങ്കേതികമായി നമ്മൾ എന്ത് പറയുന്നു, ഇസ്തിഗാസ എന്ന് പറയുന്നു. പക്ഷേ ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിനെ ഏതായിട്ട് തന്നെയാണ്, തവസ്സുലിന്റെ ഒരു ഇനം മാത്രമായിട്ടാണ്. അങ്ങനെ തന്നെയാണ് പൂർവികരായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അതിന് എണ്ണീട്ടുള്ളൂ. ഈ കാര്യം ബദരീങ്ങളെ രക്ഷിക്കണേ, മുഈദീൻ ശൈഖെ കാക്കണേ,
മുത്തുനബിയെ സഹായിക്കണേ തുടങ്ങിയുള്ള കാര്യങ്ങൾ സഹായം ലഭിക്കാന്, അതല്ലെങ്കിൽ രക്ഷ നേടാന്, കാര്യങ്ങൾ സാധിപ്പിച്ചു കിട്ടാന് വേണ്ടി അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ പോലെയുള്ള മഹാത്മാക്കളോട് നേരിട്ട് ചോദിക്കുക. നേരിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പറയണേ നേരിട്ട് ചോദ്യം കേൾക്കുമ്പോ നേരിട്ട് ചോദ്യ ബദരീങ്ങളെ കാക്കണേ, അമ്പർത്ത് തങ്ങളെ രക്ഷിക്കണേ, മിദീൻ ശൈഖെ സഹായിക്കണേ എന്നിങ്ങനെ നേരിട്ടാണ് ചോദ്യം. പക്ഷെ ഈ നേരിട്ട് ചോദ്യം ഒരു മുഅ്മിനായ മനുഷ്യനാണ് പറയുന്നത്. അതാണ് പ്രധാനം. അടിസ്ഥാനപരമായി അവിടെയാണ് വിശ്വാസം. ഈ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അള്ളാഹു മാത്രമാണ് നാഫിഉ ളാറ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി. അള്ളാഹു അല്ലാത്ത അവന്റെ പടപ്പുകളിൽപ്പെട്ട ഏതൊരു പടപ്പിനും സ്വന്തമായി ഒരു തരത്തിലുള്ള നഫ്ഓ ദർറോ ചെയ്യാൻ കഴിവുള്ളവരില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ഖുർആൻ പറയുന്നതാണ് ഖുൽ ലാ അംലികു നഫ്സി ലഫ്അൻ വലാ ദർറ. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞുകൊള്ളണം, ലാ അംലികു ലിനഫ്സി, എന്റെ സ്വന്തം ശരീരത്തിന് പോലും ഞാൻ ഉടമയാക്കുന്നില്ല, നഫ്അൻ, ഏറ്റവും ചെറിയൊരു ഉപകാരത്തിന് പോലും, വലാ ദർറൻ, വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു ഉപദ്രവത്തെ പോലും എനിക്കതിന്റെ ഉടമ എന്റെ നഫ്സിനില്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ളവർക്ക്. ഇത് വിശ്വസിക്കുന്നവരാ മുഅ്മിനീങ്ങൾ. എല്ലാം അള്ളാഹുവിന്റേതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും ഉടമ എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി. ഈ സത്യവിശ്വാസിയാണ് ബദരീങ്ങളോട്, അല്ലെങ്കിൽ ഔലിയാക്കളോട്, അല്ലെങ്കിൽ അമ്പിയാക്കളോട് രക്ഷിക്കണേ, സഹായിക്കണേ, കാക്കണേ എന്നൊക്കെ പറയുന്നത്. ബിമഅന അന്നഹു ഖാദിറുൻ അല സബബി ഫീഹി ബിസുആലിഹി റബ്ബഹു വശഫാഅതിഹി ഇലൈഹി. ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം എന്താ? സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ അവിടുന്ന് സബബാകണം. നിങ്ങൾ മുഖേന എനിക്ക് ഈ കാര്യം നേടിക്കിട്ടണം, എനിക്ക് സഹായം കിട്ടണം, എനിക്ക് രക്ഷ കിട്ടണം, എനിക്ക് കാവല് കിട്ടണം. അതിന് നിങ്ങൾ കാരണമാകണം. എന്റെ രക്ഷക്ക് നിങ്ങൾ കാരണമാകണം, എന്റെ സഹായത്തിന് നിങ്ങൾ കാരണമാകണം. നിങ്ങൾ മുഖേന എനിക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കണം. അതിനു വേണ്ടത് നിങ്ങൾ ചെയ്യണം. ഇതാണ് ചോദ്യത്തിൽ. നേരെ കേട്ടാൽ ബദരീങ്ങളെ കാക്കണേ, കാക്കണവൻ അല്ലല്ലേ? മിദീൻ ശൈഖെ രക്ഷിക്കണേ, രക്ഷിക്കുന്നവൻ അല്ലാഹു അല്ലേ? മുത്തുനബിയെ സഹായിക്കണേ, സഹായിക്കുന്നവൻ അല്ലല്ലേ? അതെ, അത് വിശ്വസിക്കുന്നവനായി ചോദിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം, അള്ളാഹുവിൽ നിന്നുള്ള കാവല്, അള്ളാഹുവിൽ നിന്നുള്ള ഈ രക്ഷ എനിക്ക് ലഭിക്കാൻ നിങ്ങൾ കാരണമാകണം. നിങ്ങൾ മുഖേന എനിക്കത് കിട്ടണം. അതിന് നിങ്ങൾ കാരണമാണ്. എങ്ങനെ നിങ്ങൾ കാരണമാകുക? എങ്ങനെ ആയിക്കോട്ടെ. ബിസുആലിഹി റബ്ബഹു, ഒരു പക്ഷേ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയും കാര്യം സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടി. എന്റെ കാര്യം എനിക്ക് സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ ആ ദുആ മുഖേന എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം കിട്ടണം. അപ്പൊ നിങ്ങൾ മുഖേന കിട്ടുമ്പോൾ നിങ്ങൾ സഹായിച്ചു. സബബായിനാ സഹായിക്കാറിന്. കാവലിന് സബബാവുന്നതാണ് കാക്കുക എന്ന് പറയുന്നത്. രക്ഷയ്ക്ക് കാരണമാവുന്നതിനാണ് രക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഫയഊദു ഇല നൗഇ സാനി ഫിൽ മാനാ, നേരിട്ട് പറയുന്നതും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതും തത്വത്തിൽ ഒന്നാണ്. ഉപയോഗിച്ച പദം വ്യത്യസ്തമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി, എന്റെ കാവലിന് വേണ്ടി, എന്റെ സഹായത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതിന്റെ മറ്റൊരു രീതിയാണ് എന്നെ കാക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നത്. രക്ഷിക്കുന്നവനായ അള്ളാഹു, സഹായിക്കുന്നവനായ അള്ളാഹു, കാക്കുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവിന്റെ കാവലും രക്ഷയും സഹായവും കിട്ടാൻ നിങ്ങൾ കാരണമാകണം. നിങ്ങൾ മുഖേന എനിക്കിത് വാങ്ങിത്തരണം. അഥവാ നിങ്ങൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യണം, എനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥന ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചത് വാങ്ങിത്തരണം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം.